ഹലോ ഗൈസ്, വെൽക്കം ടു മറ്റൊരു വീഡിയോ. ഇന്ന് നമ്മൾ വ്ളോഗല്ല, ഇന്ന് നമ്മൾ റിവ്യൂ ആണ്, നമ്മുടെ മാർക്കോന്റെ റിവ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, ഇത് മിഖായലുമായിട്ട് ഈ സിനിമയ്ക്ക് ഒരു ബന്ധവുമില്ല, ഒരു റിലേഷനും ഇല്ല. മിഖായലിലെ ക്യാരക്ടേഴ്സിനെ മാത്രമാണ് അവിടെ ഇങ്ങോട്ട് പിക്ക് ചെയ്തത്, വേറെ ഒന്നുമില്ല, ഒരു റിലേഷനും ഇല്ല, നിവിൻ പോളി ഇല്ല, അങ്ങനെ ഒരു ബന്ധവുമില്ല. ആകെ സിദ്ദീഖും പിന്നെ നമ്മുടെ ഉണ്ണിമുതലും മാത്രമേ ഉള്ളൂ പടത്തില്. ആകെ ക്യാരക്ടേഴ്സിനാണ് അവരിങ്ങോട്ട് എടുത്തത്. എല്ലാ മിക്ക തിയേറ്റേഴ്സിനും സ്ക്രീനിൽ തന്നെ ആദ്യം പറയുന്നുണ്ട്. എന്റെ തിയേറ്റർ ഉണ്ട്, വേറെ ഏതൊക്കെ തിയേറ്റർ ഉണ്ടായിരുന്നു? എന്റെ തിയേറ്റർ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല അത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാസ്റ്റ് ആൻഡ് ക്രൂയിലേക്ക് വരുമ്പോ ജഗദീഷ്, ഉണ്ണിമുന്തൻ, നമ്മുടെ സിദ്ദീഖ്, ഇത് പിന്നെ ആരാ മലയാളികളെ അറിയുന്നേ? പിന്നെ എനിക്ക് പെട്ടെന്ന് ആരും ഓർമ്മയില്ല. കബീർ ദുഹാൻ സിംഗ് ഉണ്ടായിരുന്നു, മറ്റേ ഹിന്ദിയിലെ നടൻ. അയാളാണ് മെയിൻ വില്ലൻ ആക്ച്വലി. ശരിക്കും അയാൾ എത്തിയപ്പോഴാണ് പിന്നെ കളി ആക്കി അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് എന്റെ ഞാൻ പറയാം, ലാസ്റ്റിലേക്ക് ഞാൻ പറയുന്നതാണ് അത്. അങ്ങനെ പിന്നെ ഇതിൽ ജഗദീഷിന്റെ ഒരു മകനായി വന്ന ഒരാളുണ്ട്, റസൽ എന്നാണ് സിനിമയിലെ പേര്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു എന്താ പറയുക, ഡോക്ടർ ആക്ടർ അങ്ങനെ എന്തോ ഒരു പണ്ടേ ഞാൻ കണ്ടിരുന്ന അയാളുടെ റീൽസ്. ഇപ്പൊ അയാൾ മിക്ക സിനിമയിലൊക്കെ ഉണ്ട്, ഈ ഹലോ മമ്മിയിലുണ്ട് തോന്നുന്നു, ഇപ്പൊ ഇതിലും ഉണ്ട്. അപ്പൊ ഇതിലും ഉണ്ട്. പിന്നെ ആൻസൺ പോളും മിക്ക സിനിമയിലും നമ്മൾ കാണുന്നതാണ്. ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടതാവും. അങ്ങനെയുണ്ട്. പറയുമ്പോ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതില്. ജഗദീഷിന്റെ ക്യാരക്ടർ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഒന്നും ഇല്ലെങ്കിലും പക്ഷെ എല്ലാവരും ഭയങ്കര ബ്രൂട്ടൽ. എല്ലാം ഇപ്പൊ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ എല്ലാവരും KGF പോലെ ഒരു ബ്ലാക്ക് കളർ, ഗ്രേ കളർ, ആ ഒരു കളർ ഗ്രേഡിംഗ് ആണ് വന്നത്. പിന്നെ എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി ഒക്കെ ഗംഭീരമാണ്. എഡിറ്റർ സമീർ മുഹമ്മദ് ആണ്. സമീർ മുഹമ്മദ് നമ്മളെ ടർബോന്റെ എഡിറ്റർ ആയിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ പരിചയം. പിന്നെ സിനിമാറ്റോഗ്രാഫി, ഞാൻ പേര് പറഞ്ഞു, സിനിമാറ്റോഗ്രാഫി ഒരാളുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ, ക്രിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഉണ്ടായതുള്ളൂ. അങ്ങനെയായിരുന്നു ആ പടം. എനിക്കിങ്ങനെ ആലോചിക്കുമ്പോ തന്നെ എന്തോ പോലെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്ക് വരാം? ആക്ടിംഗ് വൈസ് ഉണ്ണിമുതൻ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ണിമുതനെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷമല്ല, 2019, 20 അത്രയും അതിന് ശേഷം ഇത് 2024 ലാസ്റ്റ് ആയി. 4 കൊല്ലത്തെ അവരെ 4 to 5 yearsന്റെ അവരുടെ കഠിനാധ്വാനമാണ് ആ ഒരു സിനിമ. അതിനിടയിൽ പല പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞ അവസാനം അവർ ഇറക്കിയല്ലോ. അത്രയ്ക്ക് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ജഗദീഷിന്റെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ഭയങ്കര സട്ടിൽ ക്യാരക്ടറാണ്. ഒരു പഴയ നമ്മളെ അപ്പുകുട്ടമല്ല ഈ ജഗദീഷ്. അതൊന്നും ആരും വിചാരിക്കുന്നത്, എന്തായാലും സിനിമ അങ്ങനെ ആരും വിചാരിക്കില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോ ആക്ടിംഗ് വൈസ് എല്ലാവരും ഭയങ്കരമായിരുന്നു. മറ്റേ സിദ്ദീഖ് പഴയ പോലെ തന്നെ മറ്റേ ഇതുപോലെ സൈക്കോ സിമ്പിളി എടുത്തിട്ട് മറ്റേ സിദ്ദീഖിന്റെ കണ്ണിങ്ങനെ കാണായിരുന്നു. ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു ഇവരുടെ വീട്ടിലേക്ക് കുറച്ച് ഒരു ഗുണ്ട വരുന്നുണ്ട്. ആ ഒരു സംഭവം, ആ സമയത്ത് സിദ്ദീഖിന്റെ കണ്ണിങ്ങനെ കാണായിരുന്നു. ഇരുട്ടത്ത് ഒരു കണ്ണ് മാത്രം തന്നെ ബ്രൂട്ടൽ ലുക്കുള്ള ഒരു കണ്ണ്, അങ്ങനെ സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിയായിരുന്നു അവരുടെ ആക്ടിംഗ് വൈസ്. എല്ലാവരും മാക്സിമം എഫേർട്ട് ഉണ്ട്. എന്തായാലും മുടക്കിയ മുതൽ എന്തായാലും പ്രൊഡ്യൂസറിന് തിരിച്ചിട്ടു, ഉറപ്പാ. പിന്നെ ത്രെഡിലേക്ക് വരുമ്പോൾ, ത്രെഡ് പറഞ്ഞാല് പഴയ മിഖായലിന്റെ ത്രെഡ് ഒന്നുമല്ല, ആ പ്ലോട്ടേ അല്ല ഇത്. ഇത് പറഞ്ഞാല് ഇവർക്ക് ഗോൾഡാണ്, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആണ് ഇവര്, ജഗദീഷും സിദ്ദീഖും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് ആക്രാന്തം മുക്കുമ്പോ അവർക്ക് പിന്നെ പണത്തിനോട് ആക്രാന്തം വരുമ്പോ എന്ത് സംഭവിക്കല്ലോ. മനുഷ്യനെ ഒരിക്കലും മടുക്കാത്തൊരു സാധനമാണ് പണം. എത്ര കിട്ടിയാലും മതിയാവില്ല. നമ്മളിപ്പോ ചോറൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഭക്ഷണമായാലും വയറിറങ്ങി നമ്മൾ മതി തോന്നും. പക്ഷെ ഒരിക്കലും മടുക്കാത്ത സാധനമാണ് പണം. മണി. ഓക്കെ, അപ്പോ അതന്നെ സംഭവം. ഒരാൾക്ക് ആക്രാന്തം കൂടി ഇവർക്ക് ബിസ്ക്കറ്റ് കടത്തലാണ് പണി. അതിനുശേഷം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വെഞ്ചൻസ് ആയി, ഒറ്റിയപ്പോ വെഞ്ചൻസ് ആയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കൊത്ത് വിട്ടു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുറച്ചൊരു ലാഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ നോക്കി, അപ്പൊ കുറച്ചൊരു ലാഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. അത് കഴിഞ്ഞ പ്ലോട്ട് ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയായിരുന്നു ആ ഒരു ഫ്രീക്വൻസി പോയത്. സെക്കൻഡ് ഹാഫ് അങ്ങ് തുടങ്ങിയതും പിന്നെ ഒരു പോക്കായിരുന്നു ആ ഫ്രീക്വൻസിന്റെ. പിന്നെ അങ്ങോട്ട് നമുക്ക് പിന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെയാണ് ഈ 18+ കാര്യം നമുക്ക് എന്തുകൊണ്ട് അവർ 18+ എന്ന് പറയുന്നത് അപ്പോഴാണ് മനസ്സിലായത്.
ഞാൻ ആദ്യം ഒരു എന്താ പറയുക ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 18+ ആണോ നോക്കിയിട്ട് സിനിമയ്ക്ക് കൊണ്ട അവസ്ഥ ആദ്യമായിട്ടാണ്. കുട്ടികൾക്കൊന്നും കാണാനേ പറ്റില്ല. ഇപ്പൊ 18+ ആണെങ്കിലും അത്ര ഒരു മനക്കെട്ടി വേണം, മൈൻഡ് അത്ര സ്ട്രോങ് ആയിരിക്കണം. അല്ലാണ്ട് നമ്മള് എന്താ പറയുക ചോര കണ്ട ഛർദ്ദിക്കും തല കറങ്ങുന്ന ചെയ്യുന്നവരൊന്നും പോകാൻ പാടില്ല ഈ സിനിമ കാണാൻ. പഴയ സിനിമയിലൊക്കെ തോക്കും വാളൊക്കെ ആയിരുന്നല്ലേ, ഈ പ്രാവശ്യം അവര് സാധനം മാറ്റി. അവര് മരം മുറിക്കുന്ന ഈർച്ചവളം എടുത്തിട്ടാണ് ചെത്തുന്നു, കഴുത്ത് വെട്ടുന്നു, ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഹാർട്ടിനടുത്ത് മുറിക്കുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇത് ഭയങ്കര ബ്രൂട്ടലെന്ന് പറയാൻ കാരണം. പിന്നെ അതാണ് സ്റ്റോറി ലൈൻ. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കയറിയാൽ പിന്നെ ബ്രൂട്ടൽ കൂടി, വേറെ വില്ലൻ വന്നു, കുറച്ചുകൂടി ഹൈ ലെവലായി. അതിലെനിക്ക് ഇഷ്ടമാവാത്ത സംഭവം പറഞ്ഞാൽ എന്താ പറയാ, ഉണ്ണിമൂന്തത്തിന് ഒറ്റയടിക്ക് നിന്നിട്ട് 40 പേര്, ഒരു മാക്സിമം 40 പേര് എന്തായാലും വന്നതില് ആ ഫൈറ്റില്, ആ 40 പേരെ ഇടിച്ചിടും ഉണ്ണിമൂന്തൻ. അതൊക്കെ കുറച്ച് കൂടി പോയില്ലേ, എനിക്ക് തോന്നി. കുറച്ചൊരു ലോജിക് വൈസ് നോക്കുമ്പോൾ ഒരു രസമില്ലാത്തായി പോയി ആ സംഭവം. ഭയങ്കര ഇടി എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു ഫാമിലിക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ആ അറ്റാക്കിൽ ഉണ്ണിമൂന്തൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫാമിലി ഒരു 10 പേരുണ്ട്. ആ 10 പേരില് ജോർജിനെയും ഉണ്ണിമൂന്തനും ഒഴികെ ബാക്കി എല്ലാവരും കൊന്നിടും. എന്നിട്ട് ഉണ്ണിമൂന്തൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ആ 40 പേരെ അടിച്ച ഉണ്ണിമൂന്തൻ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷീണിച്ച അവസ്ഥനായി, ഹാഫ് ഡെഡ് ആ അവസ്ഥയല്ലേ. അതായത് വേദന എന്തെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ, അതായത് ഉണ്ണിമൂന്തനെ മാത്രം കൊല്ലാണ്ട് ബാക്കി ഫാമിലിനെ എല്ലാം കൊന്നിട്ട് ബ്രൂട്ടലെ കൊന്നു. ചെറുങ്ങനൊന്നുമല്ല, അങ്ങനെ ഒരു അറ്റ കീറലായിരുന്ന ഒരാളുടെ. അതെന്താ പറയുക, ഗുണ്ട പറയാതെ ലെറ്റ് മീ മേക്ക് യു സ്മൈൽ. അതായത് കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ ചേച്ചീനെ പിടിച്ചിട്ട് ഒറ്റ വലിച്ചൻ കീറി, ഇത്രയും കീറിപ്പോയി. അങ്ങനെയായിരുന്നു. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോ ഒരാളുടെ ഹാർട്ടിന്റെ ഇവിടെ ഒരു ചെറിയൊരു കത്തി വെച്ചിട്ട് ഉണ്ണിമൂന്തൻ തരും കുത്തിയിട്ട് ഒരു ഓട്ടം ഉണ്ടാക്കി. ഇത് കൈ അങ്ങോട്ട് ഇട്ടിട്ട് ആ ഹാർട്ട് തിരിച്ച് പിഴുത് എടുത്തു നോക്കി നിന്നു. ഇപ്പൊ അതൊക്കെ കാണുമ്പോഴും തിയേറ്ററിൽ ഓരോരുത്തരുടെ എന്താ പറയാ മൈൻഡ് വോയിസ് നമുക്ക് പുറത്ത് കേൾക്കുന്നത് ശരിക്കും എന്നുള്ളൊരു വോയിസ്. ഹാർട്ടിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുക കളി. അയ്യോ. ആൻഡ് പടത്തിനെ കുറിച്ച് പറയാൻ ഓൾമോസ്റ്റ് ഗുഡായിരുന്നു, നല്ല പടമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഈ ഒരു ബ്ലഡ് കളിയായിരുന്നു, ഫുൾ ചോരക്കളി. സെക്കൻഡ് ഹാഫ് നിർത്താണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് പിന്നെ ഒരു ഫാമിലി ബേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ഹാഫ് ഫുൾ ബ്രൂട്ടൽ, അത്രയും കൂടെ. അപ്പൊ നിങ്ങൾക്ക് മൈൻഡ് ഒരു സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പടം കണ്ടാൽ കുഴപ്പമില്ല. ചോരക്കളി ഒരു വിഷയമല്ല, എനിക്ക് വലിയ വിഷയം ഉണ്ടായിട്ടില്ല. ചോര കണ്ടാൽ ബോധം പോകില്ല, അങ്ങനത്തെ ഒരു ആൾക്കാരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കാണാം. അതായത് ഇമോഷണലി ബ്രൂട്ടൽ അങ്ങനെ കുറെ ഉണ്ട്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. സ്പോയിലർ ആയി പോകും പറഞ്ഞാല്. ആൻഡ് പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. ഐ തിങ്ക് ചിലപ്പോൾ ഒരു മാർക്കോ 2 കൂടി വരാനുള്ള സാധ്യത കാണുന്നു. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വാസ് ഗുഡ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമായില്ല. അതായത് ഉണ്ണിമൂന്തനും ഒരു കൊച്ചുണ്ട്, ബാക്കി എല്ലാവരും മരിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കൊച്ചു ചെറിയ കൊച്ച അവിടെ ബീച്ചിൽ കളിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തുനിന്നൊരു വ്യൂ ആണ്. ആ വ്യൂവിൽ കുറെ ഗുണ്ടകൾ കാറിൽ വരുന്നു. ഗുണ്ടകളാണ് ആരോ വലിയ കുറെ കാറുകൾ വരുന്നു. അപ്പൊ ഉണ്ണിമൂന്തൻ അത് നോക്കുന്നു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോ ആ കുട്ടിയെ കാണില്ല, സ്ക്രീൻ ഓഫ് ആയി. ഞങ്ങളെല്ലാം വെച്ച് സിനിമയിൽ കറണ്ട് വരാം, തിയേറ്ററിൽ കറണ്ട് വരാണ്. അങ്ങനെ അതായത് ക്ലൈമാക്സ് ഒക്കെ അത്രയും പഞ്ച് നിർത്തി അവസാനം പോസ്റ്റ് ക്രെഡിറ്റ്സിൽ ആ കുട്ടീനെ മിസ്സായി. സംഭവം ഇപ്പൊ 2 വരെയായിരിക്കും, ഇപ്പൊ മാർക്കോ 2 വരെയായിരിക്കും. അതുകൊണ്ടാവാ അവര് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അങ്ങനെ വെച്ചത്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്തായാലും ഉണ്ട്. അപ്പൊ മാർക്കോ 2 ഈസ് കമ്മിങ്. അതന്നെ. പക്ഷെ അത് വലിയൊരു രസം ഉണ്ടായിരുന്നില്ല. അത് ഓക്കെ ആയിരുന്നു, കുട്ടീനെ കാണാണ്ടായി, അതുവരെ ഓക്കെ. പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ആയി പോയി. എന്റെ അങ്ങോട്ട് എല്ലാവർക്കും അത്ര പിടിച്ചില്ല, തിയേറ്ററിലായാലും അത്ര തന്നെ. പിന്നെ നിങ്ങൾ എന്താ പറയാ, ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പാട്ട് വരും. ആ പാട്ട് കഴിഞ്ഞ് നിങ്ങൾ ആരും എണീറ്റ് പോകരുത്. ലാസ്റ്റ് ഇനി കുറച്ചുപേര് എണീറ്റ് പോയി തിയേറ്ററിൽ. അതായത് സിനിമ കഴിഞ്ഞ് വെച്ചാൽ അതൊക്കെ വേഗം പോകേണ്ടവരുണ്ടാവും. അവര് പോയി. അവസാനം ഉണ്ടായിരുന്ന ഒരു സീൻ കൂടി അതാ ഒരു 2-3 പേരെ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അങ്ങനത്തെ ഇരിക്കുക. ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് മിസ് ചെയ്യരുത് ആരും. ഓക്കെ, എന്തായാലും നിങ്ങൾ വാച്ച് ദ ഫിലിം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എതിരഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ സിനിമ കണ്ടിട്ട് എന്റെ ഈ അഭിപ്രായത്തിൽ യോജിക്കുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഗൈസ്. ആൻഡ് ആദ്യമായിട്ട് ഞാൻ ഈ ചാനൽ കാണുമെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഒരു ചെലവില്ലാത്ത പരിപാടിയല്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. ഓക്കെ ഗൈസ്, ബൈ, ടാറ്റാ. ചോറുണ്ണണം, അത് ആലോചിക്കുമ്പോഴാ ഇതൊന്ന് ഓർമ്മ വരാണ്ട് ചോറുണ്ടാകാൻ മതിയായിരുന്നു. ബൈ ബൈ ഗൈസ്.